നമസ്കാരം. പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തി ഇന്ത്യയുടെ അർജുൻ. ആയുധ ഉൽപാദനങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കുമപ്പുറം ഇന്ത്യയുടെ പ്രതിരോധ രംഗം എത്രത്തോളം കെട്ടുറപ്പുള്ളതാണെന്ന് തെളിയിക്കുകയാണ് ഇന്ത്യയുടെ അർജുൻ. അതിർത്തി കടന്നുവരുന്ന പാക് ചാര ഡ്രോണുകളെയും ക്വാഡ്കോപ്റ്റുകളെയും തുരത്തുവാൻ ഇന്ത്യൻ സൈന്യത്തിന്റെ മിറൗണ്ട് വെറ്റിനറി കോർപ്സ് പരിശീലിപ്പിച്ചെടുത്ത പരുന്താണ് അർജുൻ. 2022 ഉത്തരാഖണ്ഡിലെ ഔലിയിൽ നടന്ന സൈനിക അഭ്യാസത്തിനിടെയാണ് അർജുനെ ആദ്യമായി ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത്. വായുവിൽ പറക്കുന്ന ചെറിയ ഡ്രോണുകളെ കണ്ടെത്താനും അവയുടെ പ്രോപ്പല്ലറുകളിൽ നഖം ഉപയോഗിച്ച് ആക്രമിച്ച് താഴെ വീഴ്ത്തുവാനും അർജുന് സാധിക്കും. അർജുന്റെ ശരീരത്തിൽ ഘടിപ്പിച്ച ചെറിയ ക്യാമറ അതിർത്തിയിലെ തത്സമയ ദൃശ്യങ്ങൾ സൈനികർക്ക് നൽകാൻ സഹായിക്കുന്നു. ഡ്രോണുകളുടെ ശബ്ദം ദൂരത്തുനിന്ന് തന്നെ തിരിച്ചറിയുവാൻ പരിശീലനം ലഭിച്ച നായ്ക്കളോടൊപ്പമാണ് അർജുൻ പ്രവർത്തിക്കുന്നത്. നായ്ക്കൾ ശബ്ദം കേട്ട് കുരയ്ക്കുമ്പോൾ സൈനികർ അർജുനെ ഡ്രോണിന് നേരെ പറത്തിവിടുന്നു. ഡ്രോണുകളുടെ വേഗതയും ദിശയും കൃത്യമായി മനസ്സിലാക്കി അവയെ നഖങ്ങൾ കൊണ്ട് വരിഞ്ഞുമുറുക്കി പ്രവർത്തനരഹിതമാക്കാൻ അർജുൻ മിടുക്കനാണ്. റഡാറുകളുടെ കണ്ണിൽ പെടാതെ വരുന്ന ചെറിയ ഡ്രോണുകളെയും കണ്ടെത്താൻ പരുന്തിന്റെ സൂക്ഷ്മമായ കാഴ്ചശക്തിക്ക് സാധ്യമാണ്. ഇതാണ് സൈനികർ മുതൽക്കൂട്ടാക്കുന്നത്. 2022 ഉത്തരാഖണ്ഡിലെ ഔളിയിൽ നടന്ന ഇന്ത്യ അമേരിക്കൻ സംയുക്ത സൈനിക പരിശീലന പരിപാടിക്കിടെയാണ് ഇന്ത്യൻ സൈന്യം വ്യത്യസ്തമായ ഒരു യുദ്ധ പരിശീലന പരിപാടി പ്രദർശിപ്പിച്ചത്. ശത്രു രാജ്യത്തിന്റെ ഡ്രോണുകളെ പ്രതിരോധിക്കുവാൻ പരിശീലനം നൽകിയ പരുന്തുകളെ ഉപയോഗിക്കുന്ന രീതിയാണ് ഇന്ത്യൻ സൈന്യം പ്രദർശിപ്പിച്ചത്. പരിശീലനം നൽകിയ അർജുൻ എന്നു പേരുള്ള പരുന്തിന്റെ പ്രകടനമായിരുന്നു ഏറെ ചർച്ചയായത്. ഉത്തരാഖണ്ഡിലെ ഔലിയിൽ യുദ്ധാഭ്യാസത്തിന്റെ ഭാഗമായി നിരവധി പരിശീലനങ്ങൾ നടന്നപ്പോൾ അർജുൻ US സൈനികരെ ഏറെ ആകർഷിച്ചു. കൈറ്റ് ഡ്രോൺ വീഴ്ത്തിയ നിമിഷം പകർത്തുവാൻ ശ്രമിച്ചുകൊണ്ട് US സൈനികർ ക്യാമറകളുമായി നിന്നു. ഡ്രോണുകളെ നേരിടാനായി പുതിയ തന്ത്രമായി ഇത്തരത്തിലുള്ള നിരവധി പക്ഷികൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. പരീക്ഷണ ഘട്ടങ്ങളിൽ അവർ ഡ്രോണുകൾ വിജയകരമായി വീഴ്ത്തിയിട്ടുമുണ്ട് എന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. പരിശീലനം ലഭിച്ച നായ്ക്കളെ വിവിധ മിഷനുകൾക്കായി വിന്യസിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഡ്രോണുകളെ കണ്ടെത്തി നശിപ്പിക്കുവാൻ പരുന്തുകളെയും ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. നിയമപരമല്ലാതെ തോക്കുകളും ആയുധങ്ങളും തുടങ്ങിയ പല വസ്തുക്കളും ഡ്രോണുകൾ ഉപയോഗിച്ച് കടത്തുന്നത് പതിവാണ്. ഈ സാഹചര്യത്തിലാണ് പക്ഷികൾക്ക് പരിശീലനം നൽകി സൈനിക നീക്കങ്ങൾക്കായി ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ലോകത്ത് ആദ്യമായിട്ടല്ല ഇങ്ങനെ പക്ഷികൾക്ക് പരിശീലനം നൽകി സൈന്യത്തിനായി ഉപയോഗിക്കുന്നത്. 2016 മുതൽ ഡച്ച് പോലീസ് ഇതുപോലെ തന്നെ കഴുകന്മാരെയും പരിശീലിപ്പിച്ച് എടുത്തിരുന്നു. ഇങ്ങനെ പക്ഷികൾക്ക് പരിശീലനം നൽകുന്നത് വഴി ഡ്രോണുകളെ പോലെ ആകാശത്ത് പറക്കുന്ന യന്ത്രങ്ങളെ വളരെ എളുപ്പത്തിൽ കണ്ടെത്തി നശിപ്പിക്കുവാൻ സാധിക്കും. ഇന്ത്യയിൽ ഉത്തർപ്രദേശിലും സമാനമായ രീതിയിൽ പക്ഷികൾക്ക് പരിശീലനം നൽകുന്നുണ്ട്. 2020 മുതൽ ഈ മിഷനു വേണ്ടി ധാരാളം പക്ഷികളെ പരിശീലിപ്പിക്കുന്നുണ്ട്. പക്ഷികളുടെ തലയിൽ ഒരു നിരീക്ഷണ ക്യാമറയും ഘടിപ്പിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യുവാൻ ഇതിലൂടെ സാധിക്കും. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.